പുസ്തകത്തിലെ കിതാബ് സ്വലാത്തിലെ നിസ്കാരത്തിൻ്റെയും അതുപോലെ സുജൂദ് എന്നിവയുടെയെല്ലാം പ്രാധാന്യം അറിയിക്കുന്ന ഹദീസുകളിൽ അടുത്തത് വൻ യൂസുഫ് ബിൻ അബ്ദുല്ലാഹ് ബിൻ സലാം റഹിമഹുല്ലാഹ് قال أتيت أبا الدرداء في مرضه الذي قبض فيه. യൂസുഫ് ബിൻ അബ്ദുല്ലാഹ് ബിൻ സലാം അദ്ദേഹം അദ്ദേഹം പറയാണ്, ഞാൻ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ചെന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന ആ ലോകത്തിന്റെ സമയത്ത്, അവസാന സമയത്ത്. ഫഖാല, എന്നിട്ട് എന്നോട് ചോദിച്ചു, അബൂദർദാ ചോദിച്ചു, യബ്ന അഖി മാ അമലക ഇലാ ഹാദിഹി ബൽദ ഔ മാ ജാഅ ബിക. ചോദിച്ചു, എന്താണ് സഹോദര, പിന്നെ അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് യൂസുഫ്, എന്താണ് നീ ഇവിടെ വരാനുള്ള കാരണം? കാരണം അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പിന്നീട് ദമസ്കസിലാണ് താമസിക്കുന്നതും അവിടെ ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചിട്ടും അവിടെയാണ് മരണപ്പെടുന്നത്. അപ്പൊ എന്താണ് നീ നാട്ടിലേക്ക്, നിനക്ക് എന്താണ് ജോലി, എന്താണ് നീ ഇവിടെ വരാനുള്ള കാരണം ചോദിച്ചു. قال قلت لا إلا صلة ما كان بينك وبين والدي عبد الله بن سلام. ഞാൻ വന്നത് ഒന്നിനല്ല, നിങ്ങളും എൻ്റെ ഉപ്പയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം കാരണത്താൽ മാത്രം നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാലും മാതാപിതാക്കളുടെ കൂട്ടുകാരുമായിട്ട് അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ബന്ധം നിലനിർത്തുക എന്നുള്ളത് ബിറുൽ വാലിദൈൻ തന്നെ പെട്ട കാര്യമാണ്. അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തും കൂട്ടുകാരനാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. അപ്പോൾ അങ്ങനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഈ സമയം അഥവാ മരണത്തിനോട് അടുത്തിട്ടുള്ള സമയം എന്നുള്ളത് കളവ് പറയാൻ ഏറ്റവും മോശപ്പെട്ട ഒരു സമയമാണ്. ഉദ്ദേശം ഇനി അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാൻ പോകുന്ന കാര്യം എന്തായാലും സത്യമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, من توضأ فأحسن الوضوء ثم قام فصلى ركعتين. ആരാണ് നല്ല രീതിയിൽ വുളു എടുക്കുകയും പിന്നെ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നത്, ഔ അർബഅൻ ബിശിഖ് സുഹ്ർ, അല്ലെങ്കിൽ 4 റാവിക്ക് ചെറിയ സംശയം. يحسن فيهن الذكر والخشوع ثم يستغفر الله غفر له. അവൻ ആ നിസ്കാരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നു, അതിന്റെ ദിക്റുകളെല്ലാം, അതുപോലെ അതിൽ ഖുശൂഅ് ഭയഭക്തിയോട് കൂടിയിട്ട് നിർവഹിക്കുന്നു. ثم يستغفر الله, പിന്നെ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായാൽ غفر له, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നത്. 5 കാര്യങ്ങളാണ് പറഞ്ഞത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ. 1, നല്ല രീതിയിൽ വുളു എടുക്കണം. 2 റക്അത്ത് നിസ്കരിക്കുക. 3 നമസ്കാരത്തിൽ ദിക്റുകൾ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അല്ലാഹുവിനെ സ്മരിക്കുക. 4-മത്തേത് ഖുശൂഅ് ഉണ്ടാവുക. 5-മത്തേത് ഇസ്തിഗ്ഫാർ തേടുക. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ആ സമയത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു ഈ സഹാബിയുടെ മകന് പറഞ്ഞു കൊടുക്കാൻ റിവായത്ത് ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുക. وعن زيد بن خالد الجهني رضي الله عنه أن رسول الله صلى الله عليه وسلم قال, من توضأ فأحسن وضوءه ثم صلى ركعتين لا يسهو فيهما غفر له ما تقدم من ذنبه. അയാൾ നല്ല രീതിയിൽ വുളു എടുക്കുകയും 2 റക്അത്ത് നിസ്കരിക്കുകയും അതിൽ അവനൊരു മറവ് സംഭവിച്ചിട്ടില്ല, അഥവാ ശ്രദ്ധയോടുകൂടി എന്താണ് പറയുന്നത് എന്ന ബോധത്തോടു കൂടി അവൻ നിസ്കരിക്കുകയാണ്, മറ്റുള്ള കാര്യങ്ങളൊന്നും അവൻ തെറ്റിച്ചിട്ടില്ല. കാരണം നിസ്കരിച്ചാൽ غفر له ما تقدم من ذنبه, അവന്റെ പാപങ്ങൾ മുൻകഴിഞ്ഞത് പൊറുക്കപ്പെടും. അതിന്റെ മറ്റൊരു റിവായത്തിൽ, ما من أحد يتوضأ ويحسن الوضوء ويصلي ركعتين يقبل بقلبه وبوجهه عليهما إلا وجبت له الجنة. നല്ല രീതിയിൽ വുളു എടുക്കുകയും 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അവൻ അല്ലാഹുവിലേക്ക് അവന്റെ ഖൽബ് കൊണ്ടും അവന്റെ മുഖം കൊണ്ടും തിരിഞ്ഞിരിക്കുകയാണ്. അതായത് നിസ്കാരത്തിൽ അല്ലാഹുവിനെ തെറ്റുക എന്ന് പറഞ്ഞ 2 രീതിയിലുണ്ടാവും. 1 ശരീരം കൊണ്ട് മാറുക എന്നുള്ളത്, 2 ഖൽബ് കൊണ്ട് മാറുക. ഇത് രണ്ടുമില്ലാതെ പൂർണ്ണരൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഇല്ലാ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാകും എന്ന് പറഞ്ഞു. وعن عقبة بن عامر رضي الله عنه قال, عقبة بن عامر رضي الله عنه ذكرنا സംഭവം,
كنا مع رسول الله صلى الله عليه وسلم خدام أنفسنا ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ഉണ്ടായിരുന്ന ഒരു സമയം. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ജോലിക്കാരും അടിമകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കണമായിരുന്നു. ഞങ്ങളുടെ ആളുകളെയും അതുപോലെയൊക്കെ മേക്കുന്നത് പകരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ആളുകൾ ഒട്ടകളുണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾ അവരെ നോക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അവിടെ അല്ലെങ്കിൽ 2 ആളുകളോ 3 ആളുകളോ കൂടിയിട്ട് അവിടെ റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കും, ഇൽമു പഠിക്കും. പിന്നെ അടുത്ത ആള് വേറൊരു ദിവസം പോകും, അപ്പോൾ മറ്റേ ആള് റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കും. അത് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ മാറി മാറിയാണ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഒട്ടകങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഒട്ടകങ്ങളെ മേയിച്ചു പോകേണ്ട ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഞാൻ മടങ്ങി വന്നപ്പോൾ ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നപ്പോൾ ഞാൻ കേട്ടു, ما منكم من أحد يتوضأ فيحسن الوضوء ثم يقوم ويركع ركعتين يقبل عليهما بقلبه ووجهه إلا قد أوجب. എന്ന് പറഞ്ഞതുപോലെ അറിയിൽ എടുക്കുകയും നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവന് ശ്രദ്ധ തെറ്റാതെ, കൽബ് കൊണ്ടും ശരീരം കൊണ്ടും തെറ്റാതെ അവന് സ്വർഗം നിർബന്ധമാകും. ഫഖുൽതു, സഹാബി പറയാണ്, ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് വലിയൊരു ഔദാര്യമാണിത്, എന്ത് വലിയൊരു ഔദാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞുപോയി. ഇതിന്റെ വേറെ റിവായത്തിൽ മാ മിൻ മുസ്ലിമിൻ യതവദ്ദഉ വയസ്ബിഗു അൽവുദൂഅ ثم يقوم في صلاته ويعلم ما يقول. ഒരാൾ വുദു എടുത്ത് നിസ്കരിക്കുകയാണ്. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് അവന് പൂർണ്ണമായ ബോധമുണ്ട് അവൻ എന്താണ് പറയുന്നത് എന്ന്. ഇല്ല ബദല വഹുവ കയൗമി വലദതുഹു ഉമ്മുഹു. അങ്ങനെ അവൻ നിസ്കാരം അവസാനിപ്പിച്ച് പിരിയുമ്പോൾ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച പോലെ ആയിരിക്കും, അഥവാ ജനിച്ച പോലെ, അഥവാ പാപങ്ങളൊന്നുമില്ലാതെയായിരിക്കും അവൻ മാറുക എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് ഒരു 2 റക്അത്ത് നിസ്കാരത്തിന്റെ കാര്യമായിട്ട് വുദു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ കാര്യമാണ്. ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ച ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കാനുള്ള കാരണങ്ങൾ വെച്ചിട്ടും ഒരാൾ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധിക്കാതെ നഷ്ടക്കാരനാവുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ നഷ്ടമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവില്ല. എത്രത്തോളം അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കാനുള്ള അവസരങ്ങൾ വെച്ചിട്ടുണ്ട്. وعن عاصم بن سفيان الثقفي تابعينا عاصم بن سفيان الثقفي رحمه الله عليه وسلم أنهم غزوا غزوة السلاسل. മുആവിയ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ നടന്ന യുദ്ധമാണ് ഗസ്വത്തുൽ സലാസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തോടെ നടന്നിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താബീ പറയാണ്, അവർ ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. പക്ഷേ ഇവർക്ക് യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴേക്കും യുദ്ധം കഴിയുകയോ മറ്റുള്ളവർക്ക് സാധിച്ചില്ല. ഫറാബതു, പക്ഷെ അവർ മുസ്ലിമീങ്ങൾക്ക് കാവൽ നിൽക്കാനാണ് അവർക്ക് സാധിച്ചുള്ളൂ. പിന്നെ അവർ തിരിച്ച് മുആവിയ റളിയല്ലാഹുവിന്റെ അടുക്കലെത്തി. وعنده أبو أيوب وعقبة بن عامر. معاوية رضي الله عنه അടുക്കൽ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. فقال عاصم, അപ്പോൾ താബിഈ ആയിട്ടുള്ള ആസിം ബിൻ സുഫിയാൻ അസ്സഖഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, യാ അബൂ അയ്യൂബ് ഫാതനാ അൽ-ഗസ്വ അൽ-ആമ. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. وقد أخبرنا أنه من صلى في المساجد الأربعة غفر له ذنبه. ഞങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട് 4 മസ്ജിദുകളിൽ ആരാണോ നിസ്കരിക്കുന്നത് അവന് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അറിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. 4 മസ്ജിദുകൾ ഉദ്ദേശിക്കുന്നത് 1 മസ്ജിദുൽ ഹറം, 2 മസ്ജിദുൽ നബവി. മസ്ജിദുൽ നബവിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ മസ്ജിദുൽ ഖുബായ്, കാരണം അവിടെ വുദു എടുത്തുകൊണ്ട് നിസ്കരിച്ച ഉംറ ചെയ്ത പ്രതിഫലമുണ്ട് എന്നുള്ളത്. 4-മത്തേത് മസ്ജിദുൽ അഖ്സ. അപ്പോൾ യുദ്ധം നഷ്ടപ്പെട്ടത് കൊണ്ട് ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി ഈ 4 മസ്ജിദുകളിലേക്ക് പോയി നിങ്ങൾ നിസ്കരിക്കട്ടെ, അങ്ങനെ ചെയ്യട്ടെ എന്നുള്ളത് എനിക്ക് ചോദിച്ചു. അപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഇബ്ന അഖി അലാ അദുല്ലുക അലാ അയ്സറ മിൻ ദാലിക. സഹോദരൻ, അതിനേക്കാൾ എളുപ്പമുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ. ഈ 4 മസ്ജിദ് പോകാൻ 3 നാട്ടിലേക്ക് യാത്ര ചെയ്യണം, അതിനേക്കാൾ എളുപ്പമുള്ളത് പറഞ്ഞുതരട്ടെ ചോദിച്ചു.
ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട് മൻ തവദ്ദഅ കമാ ഉമിറ ആരാണോ കൽപ്പിക്കപ്പെട്ട പോലെ വുളു എടുക്കുന്നത് വസല്ല കമാ ഉമിറ കൽപ്പിക്കപ്പെട്ട പോലെ നിസ്കരിക്കുന്നത് ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ അമലിൻ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും പ്രവർത്തനങ്ങൾ كذلك يا عقبة أن عقبة بن عامر رضي الله عنه توجه عقبة من ثانية قال عقبة بن عامر رضي الله عنه برضو نعم من ثانية هذه برضو للنبي روايتي فإنه وقام فصلى فحمد الله وأثنى عليه ومجده بالذي هو له أهل أنا مسكري كذا نسكارتين الله من الصديقين അള്ളാഹുവിനെ പുകഴ്ത്തുകയും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് അവിടെ അതിന്റെ സംസ്കാരത്തിൽ കൽബിനെ പൂർണ്ണമായി അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി വെക്കുകയും അങ്ങനെ ചെയ്ത് നിസ്കരിച്ചാൽ അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെട്ട് ജനിച്ച ദിവസമുള്ളതുപോലെ ആകും. അപ്പൊ അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് സൂറത്തുൽ ഫാത്തിഹയുള്ള കാര്യമാണ്. സൂറത്തുൽ ഫാത്തിഹ ഒരാൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹമിദനി അബ്ദി. അതുപോലെ തന്നെ അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു തആല പറയും അസ്നാ അലയ്യ അബ്ദി. അതുപോലെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും മജ്ജദനി അബ്ദി. ഈ മൂന്ന് കാര്യങ്ങൾ അതുപോലെ കൽബ് പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് ജനിച്ച ദിവസത്തെ പോലെയാകും. രണ്ട് ഹദീസുകൾ കൂടി ഫസ്ലുണ്ട്. മുമ്പ് പറഞ്ഞ ഹദീസുകളുടെ ആശയമാണ് അത് വായിക്കാം. മുസ്ലിമിൻ തഹ്ബുറുഹു സലാത്തുൽ മക്തൂബ. ഒരു മുസ്ലിം അവൻ നിർബന്ധമായിട്ടുള്ള നിസ്കാരം അവൻ അത് പങ്കെടുക്കാൻ നിസ്കരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ വുദു എടുക്കുന്നു. ഖുശൂഅോടുകൂടി ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഇല്ലാ കാനത് കഫാറത്തൻ ലിമാ ഖബ്ലഹാ മിനദ് ദുനൂബ് മാ ലം തുക്ത കബീറ വദാലിക അദ്ദഹ്റ കുല്ലഹു. അവന്റെ ചെറുപാപങ്ങൾക്ക് അത് പ്രായശ്ചിത്തമാണ്, പാപങ്ങൾ ഒഴികെ അതെല്ലാ കാലത്തുമുണ്ട്. മറ്റൊരു ഹദീസിൽ ഖംസു സലവാത്തിൻ ഇഫ്തറഹുന്ന അല്ലാഹു മൻ അഹ്സന വുദൂഅഹു. 5 വക്ത് നിസ്കാരം ആരാണോ നിർബന്ധമാക്കിയിട്ടുള്ളത്, ആരാണോ അതിൽ വുദൂ നല്ല രീതിയിൽ ചെയ്യുന്നത്, അതിന്റെ സമയത്ത് നിസ്കരിക്കുന്നത്, അതിലെ റുകൂഉം സുജൂദും ഖുശൂഅൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത്, അള്ളാഹു വാഗ്ദാനമായി ഏറ്റെടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കാനുള്ള കരാറാണ് അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ളത്.